നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. IHT കമ്പ്യൂട്ടർ കോളേജിന്റെ നവീകരിച്ച ലാബ് ഉദ്ഘാടനവും മിഷൻ 2024 പ്രഖ്യാപനവും മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എൽ സുഷമ്മ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ തിരൂർ അംഗീകൃത പഠന കേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജിന്റെ പുതിയ ലാബിന്റെ ഉദ്ഘാടനം പോലീസ് ലൈൻ ബ്രാഞ്ചിൽ വെച്ച് നടന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ശ്രീമതി എൽ സുഷമ്മ ലാബ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച പുതിയ ലാബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ JCI മുൻ നാഷണൽ പ്രസിഡന്റ് രാംകുമാർ മേനോൻ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ K. അബ്ദുറഹ്മാൻ, കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ്, കരിയർ മെന്ററും എഴുത്തുകാരനുമായ KP നജ്മുദ്ദീൻ, KK റസാഖ് ഹാജി, മുഹമ്മദ് പരപ്പനങ്ങാടി, നൌഷാദ് പരനേക്കാട്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീമതി പത്മിനി ഘോഷ്, സെലിബ്രിറ്റിയും സിംഗറുമായ ഫാസില ബാനു എന്നിവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. റൂട്രോണിക്സ് മലപ്പുറം പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ വർഷത്തെ ജില്ലാ കലോത്സവ വിജയികളുടെ അനുമോദനവും സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംയോജിത രീതിയിലും വൈദഗ്ധ്യത്തോടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ സംരംഭകത്വ വികസനത്തിന് പരിശീലനം നൽകുക എന്ന മിഷൻ 2024 ആശയത്തിന്റെ പ്രഖ്യാപനവും വൈസ് ചാൻസലർ നിർവഹിച്ചു. തുടർന്ന് ഫാസില ബാനുവിന്റെയും ഗായകൻ അഫ്സൽ റഹ്മാന്റെയും നേതൃത്വത്തിൽ ഗാനമേളയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പരിപാടിക്ക് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് KC, ടീച്ചർമാരായ ഇന്ദുജ VP, പ്രിയങ്ക K, ശരണ്യ TK, ആബിദ ബീഗം, സുനിഷ K, ഹാജറ M, സംഗീത M, സോന CK, ധന്യ A, ഹാജറ P, റജീന P എന്നിവർ നേതൃത്വം നൽകി. Our center was bagged many awards. Last year, we bagged state level best adolescent training center of Kerala State Robotics. Other achievement in last week, our college was the winner in Kerala State Robotics Festival Utsav 2024. തിരൂരിലെ അംഗീകൃത കമ്പ്യൂട്ടർ പഠന കേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജ് ഏകദേശം 22ാമത്തെ വർഷമാണ് IHT എന്ന് പറയുന്ന സ്ഥാപനം നിലകൊണ്ടിട്ട്. അതിന് മുന്നേ നമ്മൾ 1986 മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യാഭ്യാസ പഠന കേന്ദ്രമായ TTA എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു. അതിൻ്റെ കമ്പ്യൂട്ടർ സെക്ഷനാണ് IHT എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ന് വിവര സാങ്കേതിക വിദ്യ അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർമൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് യുവതലമുറയെ തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അനുബന്ധമായിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകുന്നത്. ഏകദേശം 7ാമത്തെ ലാബാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, 7th ലാബ്. ഈ ലാബിൻ്റെ പ്രത്യേകത ഇന്ന് ChatGPT പോലെയുള്ള AI പോലെയുള്ള വെർച്വൽ റിയാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ ലാബിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട VC ഉദ്ഘാടനം ചെയ്തത്. 1986 വിമുക്ത പഠന ഇന്ത്യൻ വായുസേനയിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിൽ പിരിഞ്ഞ ഞാൻ ഗൾഫിലൊന്നും പോവാതെ നമ്മുടെ നാടിനെ സേവിച്ചു, ഇനി ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു ലോൺ അപ്ലൈ ചെയ്യും. അതായത് ഡിഫൻസ് മിനിസ്റ്ററുടെ റീഹാബിലിറ്റേഷൻ സെറ്റിൽമെൻറ്റ് ഓഫ് എക്സ് സർവീസ്മെൻ എന്നതിലേക്ക് 1 ലക്ഷം ഉറുപ്പികയുടെ സഹായത്തോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഈ സ്ഥാപനമാണ്. അതായത് ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങണം. നെസസിറ്റി ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞതുപോലെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിത് മുന്നോട്ട് നീങ്ങിയാലേ നമുക്ക് ഇവിടെ സർവൈവലുള്ളൂ എന്ന് മനസ്സിലാക്കി. So he has handed over the entire responsibility to his son, and who is capable, and he is assuring that he can carry forward his father's vision. So all of us are really blessed to have the father-son combination. Opportunity ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് തന്നെ നമ്മളെല്ലാവരും വളരെ കൃതജ്ഞരാണ്. ഇദ്ദേഹത്തിന് നമുക്ക് അതിന് വളരെ വളരെ നന്ദി പറയേണ്ടതുണ്ട്.
സ്കിൽ എന്ന് പറയുന്നത് വൈദഗ്ധ്യം അല്ലെങ്കിൽ നൈപുണ്യം എന്നൊക്കെയാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടും അല്ലേ. 2 ടൈപ്പ് സ്കില്ലാണ് നമുക്കുള്ളത് ജീവിതത്തിൽ. എന്തൊക്കെയാണെന്ന് വേണ്ട, നമുക്ക് അങ്ങനെ പറയേണ്ട, ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലുമാണ് 2 തരത്തിലുള്ള സ്കില്ലുകൾ എന്ന് പറയുന്നത്. ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ നിന്ന് പഠിക്കുന്നത്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കോളേജിൽ നിന്ന് പഠിക്കുന്നത്, നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് എല്ലാം ഹാർഡ് സ്കില്ലാണ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കോളേജിൽ നിങ്ങൾക്ക് തരാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ടോ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു പീപ്പിൾ സ്കിൽ എന്നാണ് പറയുക. ഈ 2 തരമാണ് സ്കില്ലുകൾ ഉള്ളത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വേണ്ട കാര്യങ്ങളിൽ ഒന്നാണത്. പക്ഷേ അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ സ്ഥാപനം ഒരു കേസ് സ്റ്റഡി ആക്കി എടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞ പോലെ, നമ്മുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞ പോലെ 2 കമ്പ്യൂട്ടർ മാത്രം വെച്ചുകൊണ്ട് 22 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് 2 സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന റൂട്രോണിക്സിന്റെ ഒരു പെർഫോമൻസിൽ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായിട്ട് വളർന്നു കഴിഞ്ഞു. ഓരോ മാസവും ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആഴ്ചയിൽ 1-2 കമ്പനി വീതം പല കമ്പനികളുടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അനുഭവം വെച്ചുകൊണ്ട് പറയാണ് 4 കാരണങ്ങൾ. ആ 4 കാരണങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, 1, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം എന്താണ് എന്നുള്ളതാണ് വിഷയം. അത് പോസിറ്റീവാണോ, ഒരു നിരാശത്തോടു കൂടി ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ളത് നെഗറ്റീവാണോ എന്നുള്ളത് ഒരു വിഷയം. 2ാമത്തെ കാര്യം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ. 3ാമത്തെ കാര്യം നിങ്ങളുടെ സ്കിൽസ്. ഓക്കെ, സ്കിൽസ്. 25% നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, 25% നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, 25% നിങ്ങളുടെ സ്കിൽസ്. ബാക്കി 25% മാത്രമേ നിങ്ങളുടെ നോളജിനെ പരിഗണിക്കുകയുള്ളൂ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾക്കോ നിങ്ങൾ പഠിച്ച കോഴ്സുകൾക്കോ എല്ലാം വെറും 25% മാത്രമേ മൂല്യമുള്ളൂ. നിങ്ങളുടെ സ്വഭാവം, പെരുമാറ്റം, മനോഭാവം, ചിന്താഗതി, ഇതൊക്കെയാണ് മുൻതൂക്കം നൽകുന്നത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് കാലത്താണ് ഈ കമ്പ്യൂട്ടർവൽക്കരണം മുന്നോട്ട് കൊണ്ടത്. ഇപ്പൊ നമ്മൾ എവിടെ പോകും, സാങ്കേതിക വിദ്യ എല്ലാവരുടെ കയ്യിലും മൊബൈല്. എല്ലാവർക്കും നമ്മളിപ്പോ ഒരു ചരമം കൊടുക്കാൻ, ഒരു വാർത്ത കൊടുക്കാൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ ആ പേരും കുടുംബത്തിന്റെ പേരും പത്രക്കാർ ഇട്ടുകൊടുത്താൽ മതി. ആദ്യം എങ്ങനെയായിരുന്നു, നമ്മൾ എഴുതി പേപ്പർ ഒരു ഫോട്ടോ എടുത്ത് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ അവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അവിടെ കൊണ്ടിടും. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ പത്രത്തിൽ വരിക. ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു യുഗം, നേരത്തെ എൻ്റെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ AI യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എത്ര പെട്ടെന്നാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എക്സാമിന് പോയ സമയത്ത് അത് ഇന്ന സോഫ്റ്റ്വെയറിൽ കിട്ടില്ല, ഇന്ന രീതിയിലാണ് കിട്ടുക എന്നുള്ളത് എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞു തരികയും, കാരണം അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളും ഷിവൻ സാർ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല.
വെളിപ്പെടും പാശം അശാർത്താരോ അതിശയം പേശും സിറാപ്പിരിശോ സുഗന്ധം മുടിയൂല തീ
ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടു കൂടി രാവും പകലില്ലാത്ത കഷ്ടപ്പാടിന്റെ പ്രതിഫലമായിട്ട് നമ്മുടെ കോളേജ് അച്ചീവ് ചെയ്ത ജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ മധുരം കൂടി ഈ പരിപാടിക്കുണ്ട്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.